ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കാലപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നോക്കുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോസിലും സ്കാലപ്പ് ചെയ്യുന്നതും അതുപോലെ സ്കാലപ്പ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ സാരിയിലാണ് സ്കാലപ്പ് ചെയ്യാൻ പോകുന്നത്. ഫുള്ളായിട്ട് സ്കാലപ്പ് ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെഷീനിൽ എങ്ങനെയാണ് സ്കാലപ്പ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഇപ്പോൾ ഞാൻ സ്കാലപ്പ് ചെയ്യുന്നതിനായിട്ട് ഇവിടെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. കണ്ടോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാതെയും ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഇത് അഡ്ജസ്റ്റ് ആക്കണമെങ്കിൽ നമ്മുടെ കാലിൻ്റെ മുട്ടുണ്ടല്ലോ, കണ്ടോ, ഈ സാധനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതങ്ങനെ കാല് വെച്ച് നീക്കിയ ശേഷം എത്രയാണോ വേണ്ടത്, നമുക്ക് 1 ആണോ 2 ആണോ 3 ആണോ എന്നും പറഞ്ഞ് ഇവിടെ നമ്പറുണ്ട്, നമുക്ക് എത്ര വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരു 4നും 3നും ഇടയ്ക്കാണ് വെക്കുന്നത്, കണ്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇവിടെ സൈഡിലായിട്ട് ഒരു സ്ക്രൂ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഇറുക്കി കൊടുത്താൽ മതി. പിന്നെ ഇത് അവിടെ നിന്ന് മൂവ് ആവില്ല, കണ്ടോ. എൻ്റെ കാല് മാറ്റിയാലും അത് അതേ നമ്പറിൽ തന്നെ ഇരിക്കും, കണ്ടോ. അപ്പോൾ ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മുടെ കൈയും ഫ്രെയിമും കൂടെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ ബാക്കി ആ സ്കാലപ്പ് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഞാൻ ദാ ഇവിടെ റെഡ് കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഗെയ്സിലും അല്ലാതെയും അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിൻ്റെ ഫ്രെയിം ഇരിക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. അറിയാത്തവർക്കായിട്ടാണ് ജസ്റ്റ് ഒന്നും കൂടെ പറയുന്നത്. നമുക്ക് സ്കാലപ്പൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്യണം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഇത്രയും ചെയ്തെടുത്തിരിക്കുന്നതാണ്, കണ്ടോ. ഇത്രയും ഭാഗം, കുറച്ച് ഭാഗം ഞാൻ സ്കാലപ്പ് ചെയ്തെടുത്തിരിക്കണം. അതിനായിട്ട് ഈ അറ്റത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രെയിം ഇടാൻ സാധിക്കില്ല. അപ്പം വേറൊരു തുണിയും കൂടെ അറ്റാച്ച് ചെയ്താൽ മാത്രം, നമ്മൾ ആരി വർക്കിലൊക്കെ ചെയ്യൂലേ, അപ്പം നമ്മൾ സ്ലീവിൻ്റെ ഭാഗമൊക്കെ ചെയ്യുമ്പോൾ വേറൊരു തുണിയായിട്ട് അറ്റാച്ച് ചെയ്യില്ലേ, അതുപോലെ അറ്റാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഫ്രെയിം ഇടാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കാണിച്ചു തരാം. നമ്മൾ സാധാരണ ആരി വർക്കും സാധാ എംബ്രോയ്ഡറിയും ചെയ്യുമ്പോഴത്തേക്ക് ഈ റിങ്, അതായത് അതിൻ്റെ ഊക്കൊന്നും ഇല്ലാത്ത റിങ് അടിയിലാണ് പോകുന്നത്. എന്നിട്ട് പുറത്താണ് ഈ ഹുക്കുള്ള ഫ്രെയിം വരുന്നത്. എന്നാൽ ഇത് നേരെ തിരിച്ചാണ്. നമ്മൾ ഇത് അതിൻ്റെ അടിയിലാണ് വരുന്നത്. അടിവശമാണ് നമ്മൾ എടുത്ത് വെച്ച് മെഷീനിൽ ചെയ്യുന്നത്, കണ്ടോ. ഈ ഭാഗമാണ് നമ്മൾ നല്ല വശമായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അടിഭാഗം എന്ന് പറയുന്നത് ഇതാണ്, കണ്ടോ. ഈ അടിഭാഗത്ത് നമ്മൾ സാധാ സ്റ്റിച്ചിങ്, നമ്മൾ നോർമൽ നീഡിൽ ഉപയോഗിക്കുന്ന സ്റ്റിച്ചും അതുപോലെ തന്നെ നമ്മുടെ ആരി വർക്ക് എല്ലാം ചെയ്യുമ്പോൾ എന്ത് ഉപയോഗിക്കും, നമ്മൾ ഈ വശം ഉപയോഗിക്കും. നമ്മുടെ മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമ്മൾ അടിവശമാണ് ഉപയോഗിക്കുന്നത്, നല്ല വശമായിട്ട്. അപ്പം നമുക്ക് നോക്കിയാലോ, വായോ. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്, പതുക്കനെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ അരികുവശത്തുള്ള ഈ കൂർത്ത് വരുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോഴത്തേക്കേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. 1 or 2 തവണ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് നമുക്കിതൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്കൊരു മനസ്സും കൂടെ ഉണ്ടായിരുന്നാൽ ഒരു പക്ഷേ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അതും 1 or 2 തവണ ചെയ്താൽ നല്ല ഫിനിഷിങ് കിട്ടില്ല. നന്നായിട്ട് എന്ത് ചെയ്യുക, കുറേ തവണ ഇതൊക്കെ ചെയ്തെടുത്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വർക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതുവരെ ആയി. അടുത്തൊരു റൗണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കടുത്ത് ഫ്രെയിം ഇളക്കി മാറ്റണം. കണ്ടോ, ഇതുപോലെ നമ്മൾ ചെയ്ത്, ഇതിനെല്ലാത്തിനും ഒരു വശമുണ്ട്, ആ വശം നോക്കി വെച്ചതെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മെഷീൻ എംബ്രോയ്ഡറിയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാരി ഫുള്ളോട് സ്കാലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതുപോലെ എല്ലാ വശവും നമ്മൾ അപ്പോൾ നമ്മളിപ്പോൾ
ഇതാ ഈ കാണുന്നത് പോലെ തന്നെ സ്കാലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ പേപ്പറൊക്കെ ഞാൻ എന്താണ് അടിയിൽ നൂല് കുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പേപ്പർ വെക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി നമുക്ക് അതാ ഈ കാണുന്ന സോൾഡറിങ് അയൺ വെച്ചിട്ട് നമുക്കതിനെ ഉരുക്കിയെടുക്കാം. സോൾഡറിങ് അയൺ തന്നെ വേണമെന്നില്ല, ഷാമ്പാണിത്തിരിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ആദ്യമൊക്കെ ഞാൻ സോൾഡറിങ് അയൺ വാങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലെ വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഷാമ്പ്രാണിത്തിരിയായിരുന്നു. അപ്പോൾ നമുക്ക് അഫോർഡബിളായിട്ട് ഏതാണോ കിട്ടുന്നത് അത് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ സോൾഡറിങ് അയൺ ചൂടായതിനു ശേഷം നമ്മളിതായി കാണുന്നത് പോലെ തന്നെ അതിൻ്റെ അരികത്തോടുകൂടി ഇങ്ങനെ ഉരുക്കിയെടുക്കുകയാണ്. പിന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ അതായത് സാരിക്കകത്ത്, അതായത് നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ അകഭാഗത്ത് ഒരു കാരണവശാലും എന്താണ് ഇത് സോൾഡറിങ് അയൺ കയറി എന്തുവാണ് തൊടാൻ പാടില്ല, എങ്കിൽ ഇതുപോലെ ഉരുക്കിപ്പോവും. പിന്നെ നമുക്ക് ആ ചെയ്ത വർക്കും ഒരു ഫലവും ഇല്ലാതാവും. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്ക് സ്കാലപ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നോക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സ്കാലപ്പ് വർക്ക് പൂർത്തിയായിരിക്കുന്നു. സ്കാലപ്പ് വർക്കാണെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കാലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, കണ്ടായിരുന്നോ, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഇതുപോലെ നമുക്ക് നൈസായിട്ട് സിമ്പിളായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.